സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാലൊരു രൂപത്തിൽ ഇജാബത്ത് നൽകുമെന്നല്ലേ പറഞ്ഞത്. ഇമ്മാ അയ്യു അജ്ജല ലഹു ദഅവതഹു, ഒന്നാമത്തെ രീതി ഏതെന്നറിയുമോ? ഇലാഹായ റബ്ബിനോട് എന്താണോ അയാൾ ചോദിച്ചത് ആ ചോദിച്ച കാര്യം അങ്ങനെ തന്നെ നൽകലാൻ. മൂന്നാൽ ഒരു രൂപത്തിലാണ് അല്ലാഹു ദുആക്ക് ഇജാബത്ത് നൽകുന്നത്. അതിന്റെ ഒരു രൂപം എന്താണോ റബ്ബിനോട് ചോദിച്ചത് അത് കൊടുക്കും. ചിലപ്പോ അത് അപ്പ തന്നെ കൊടുക്കും, അല്ലെങ്കിലോ കുറച്ച് പിന്തിച്ചിട്ട് കൊടുക്കും, അല്ലെങ്കിലോ കുറെ പിന്തിച്ചിട്ട് കൊടുക്കും. ഏതായാലും ചോദിച്ചത് കൊടുക്കും. അങ്ങനെ പെട്ടെന്ന് കൊടുക്കുന്ന അവസരമുണ്ട്, കുറച്ച് വൈകിട്ട് കൊടുക്കുന്നതുണ്ട്, വല്ലാതെ വൈകിട്ട് കൊടുക്കുന്നതുണ്ട്. ഇത് മൂന്നും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആക്കൻ ഉണ്ടായിട്ടുണ്ടല്ലോ. ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തപ്പോൾ ഉരുളക്കുപ്പേരി പോലെ ഇജാബത്ത് കിട്ടിയിട്ടില്ലേ? ഉണ്ടല്ലോ. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാൻ. ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ ഖുത്ബ നിർവഹിക്കുകയാണ്. പെട്ടെന്ന് അറാബിയായ ഒരാൾ എഴുന്നേറ്റ് നിന്നു. അയാൾ വിളിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളൊന്ന് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ, ഞങ്ങൾ വല്ലാത്ത വിഷമത്തിലാ. കുടിക്കാൻ വെള്ളമില്ല നബിയേ, കുളിക്കാൻ വെള്ളമില്ല നബിയേ, ദാഹിച്ചു വരണ്ട് പ്രയാസപ്പെടുകയാണ് നബിയേ, നാട്ടിലാകെ വല്ലാത്ത പ്രതിസന്ധിയാ, ആടുമാടുകൾ ചത്തുപോവുകയാണ്. അതുകൊണ്ട് ഇലാഹായ റബ്ബിനോട് മഴയ്ക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യേണ്ടതാ. ഫറഫഅ അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദൈഹി ഇലസ്സമാ. ആ മിമ്പറിൽ വെച്ച് തന്നെ ഹബീബായ നബി തങ്ങൾ കരങ്ങൾ ഉയർത്തുകയാണ്, ഇലാഹായ റബ്ബിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ ഹനീഅൻ മരീആ വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. അല്ലാഹുവേ, റാഹത്തുള്ള മഴ വേണം പടച്ചവനെ, കുടുങ്ങിയിട്ടുണ്ട്, മനുഷ്യരും മൃഗങ്ങളും വിഷമത്തില്ല, നീ ഞങ്ങളെ നിരാശയിലാക്കരുത് പടച്ചവനെ. ദുആ അങ്ങട്ട് കഴിഞ്ഞില്ല, അപ്പോഴത്തേക്ക് കാർമേഘം ഉരുണ്ടുകൂടി. കാർമേഘം ഉരുണ്ടുകൂടി അതിശക്തമായ മഴ വർഷിക്കാൻ ആരംഭിച്ചു. ഈ തപ്പന ഓലകൾ കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ മസ്ജിദല്ലേ, അതിനിടയിലൂടെ വെള്ളമിങ്ങനെ ഉറ്റി വീഴാൻ തുടങ്ങി. അത് ഉറ്റി വീണല്ലോ അലാ ഹദ്ദി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തങ്ങ് തീരേണ്ട താമസം അതിശക്തമായ പേമാരി പെയ്തിറങ്ങുകയാണ്. ഹബീബായ നബിയുടെ താടി രോമങ്ങൾ നനയുകയാണ്. ദുആ ചെയ്തു, അപ്പ തന്നെ ഇജാബത്ത് കിട്ടി. അങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെ ഉമ്മ മുശ്രിക്കായ സമയത്ത് ഇടക്കിടക്ക് ഉമ്മയെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. അപ്പൊ എന്നോട് പറയും, അബൂ ഹുറൈറ, ഞാൻ വരാ, ഞാൻ വിശ്വസിക്കാം, ഞാൻ മുത്തുനബിയെ കുറിച്ച് നല്ല നല്ല വർത്തമാനങ്ങൾ ഉമ്മയോട് പറയും. ഉമ്മ അതൊക്കെ കേട്ടിരിക്കും, ചിലപ്പോൾ ഒന്ന് പുഞ്ചിരിക്കും. അബൂ ഹുറൈറ, അല്പ സാവകാശം തരൂ, ഞാൻ വിശ്വസിക്കാമെന്ന് ഉമ്മ പറയും. അങ്ങനെ പതിവ് പോലെ ഞാൻ ഒരു ദിവസം എന്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ അക്റഹു. അന്ന് ഞാൻ ഒരിക്കലും മുത്തുനബിയെ കുറിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ചില വാക്കുകൾ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു. എനിക്ക് വലിയ സങ്കടമായി. സാധാരണ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോ ഉമ്മ നല്ല നിലക്കുള്ള പ്രതികരണമാണ് ഉണ്ടാവാറ്. അന്ന് ഞാൻ വിളിച്ചപ്പോൾ അസ്മഅത്നി ഫീ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ അക്റഹു, എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന മുത്തുനബിയെ കുറിച്ച് ഒരിക്കലും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ചില വാക്കുകൾ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു. ഞാൻ വേഗം കരഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ ഹളറത്തിലേക്ക് ചെന്നു. നബിയോട് ഞാൻ പറഞ്ഞു, നബിയെ, സാധാരണ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാറുണ്ട്,
നല്ല നിലയിലുള്ള പ്രതികരണമാണ് ഉണ്ടാകാറ്. ഇന്ന് ഞാൻ എന്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ അസ്മാഅ്നി ഫീക മാ അക്റഹു യാ റസൂലല്ലാഹ്, അങ്ങയുടെ കാര്യത്തിൽ പൊന്നു നബിയെ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന ചില വാക്കുകളാണ് ഉമ്മയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കങ്ങയോട് പറയാനുള്ളത്, പൊന്നാര നബിയെ ഉദുല്ലാഹ അൻ യഹ്ദിയ ഉമ്മ അബീ ഹുറൈറ, എത്രയും പെട്ടെന്ന് അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കണം. അതിനായി നിങ്ങളൊന്ന് ദുആ ചെയ്യണം. എന്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടണം നബിയെ. എന്റെ ഉമ്മ വിശ്വസിക്കാതിരുന്നാൽ ഇനി എങ്ങാനും അങ്ങയെക്കുറിച്ച് ഈ രൂപത്തിൽ പറഞ്ഞാൽ പിന്നെ ഉമ്മയാണെന്ന് ഞാൻ നോക്കുകയില്ല. എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല നബിയേ. അത് പിന്നെ വലിയ സങ്കടാവും. അതുകൊണ്ട് നിങ്ങളൊന്ന് ദുആ ചെയ്യണം. മുത്തുനബി കൈയുയർത്തി ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുമ്മ ഹ്ദി ഉമ്മ അബീ ഹുറൈറ. അല്ലാഹ് അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് ഹിദായത്ത് കൊടുക്കണേ ദുആ ചെയ്തു. ഞാൻ വലിയ സന്തോഷത്തോടെ 3 തവണ ആവർത്തിച്ച് മുത്തുനബി ദുആ ചെയ്തതല്ലേ. ഞാൻ വീട്ടിലേക്ക് ചെന്നോക്കുമ്പോ വാതിലുള്ളെന്ന് കുറ്റിട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ ഉമ്മ കുളിയിലാണ്. ഞാൻ എന്റെ ഉമ്മയെ വിളിച്ചു. ഉമ്മ ബാത്റൂമിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, മക്കാനക്കയാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ അവിടെ നിൽക്കേ, ഞാൻ ഇപ്പോൾ വരാം. എന്റെ ഉമ്മ പെട്ടെന്ന് കുളിച്ചു, നല്ല വസ്ത്രങ്ങൾ ധരിച്ചു, എന്നിട്ട് വാതിൽ തുറന്നു. എന്നോട് വിളിച്ചു പറഞ്ഞു, അബൂ ഹുറൈറ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്റെ ഉമ്മ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു. എന്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ ഓടിച്ചെന്നു മുഹമ്മദ് മുസ്തഫ മനോടൊന്നും പറയാൻ നിന്നില്ല. വേഗം ഫഖ്റജ്തു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅന അബ്കി, ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ മുത്ത് റസൂലിന്റെ അടുത്തേക്ക് ചെന്നു. സന്തോഷം കൊണ്ടുള്ള കരച്ചില. നബിയേ, അങ്ങയുടെ ദുആ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. അബൂ ഹുറൈറയുടെ ഉമ്മ മുസ്ലിമായിരിക്കുന്നു എന്ന സന്തോഷം മുത്ത് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. പക്ഷെ ഇത് ചിന്തിക്കുന്ന, ഇത് കേട്ട, ഇതറിഞ്ഞ നമ്മൾ ആലോചിക്കണം. ഈ നബിതങ്ങൾ തന്നെ കണ്ണീരോടുകൂടെ നിസ്കാരത്തിന് ശേഷം മളലൂമായ നിലയിൽ കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് കൊല്ലങ്ങളോളം ഇജാബത്ത് അല്ലാഹു പിന്തിച്ചിട്ടുണ്ട്. അതും നമ്മൾ ചിന്തിക്കണം. ഇജാബത്ത് കൊടുത്തില്ലേ? കൊടുത്തു. ചോദിച്ച കാര്യം തന്നെയാണോ കൊടുത്തത്? ചോദിച്ചത് തന്നെ കൊടുത്തത്. പക്ഷേ വല്ലാതെ വഴുകി കൊല്ലങ്ങളോളം പിന്തിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മുത്തുനബി ഒരിക്കൽ കഅബാലയത്തിന്റെ അടുത്ത് നിസ്കരിക്കാൻ നിന്നു. ഹബീബായ നബി തങ്ങൾ നിസ്കാരം തുടങ്ങി. വജംഉൻ മിനൽ ഖുറൈശ് ഫീ മജാലിസിഹിം, ഖുറൈശികളിൽപ്പെട്ട ഒരു സംഘം കഅബാലയത്തിന്റെ പരിസരത്തിരിക്കുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ നിസ്കാരം തുടങ്ങിയപ്പോൾ അവര് പിറുപിറുക്കാൻ തുടങ്ങി, ഹബീബിനെ പരിഹസിക്കാൻ തുടങ്ങി. ചിലര് പറയുക തന്നെ ചെയ്തു, ഇവനോട് നമ്മൾ പറഞ്ഞതല്ലേ ഈ പരസ്യ നിസ്കാരം ഉപേക്ഷിക്കണമെന്ന്. ഇന്നത്തോടുകൂടെ ഇത് അവസാനിപ്പിക്കണം. എന്താ ചെയ്യ? കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ ചോദിച്ചു, നമ്മുടെ ഇന്നാലിന്ന ഗോത്രത്തിലെ ആ വലിയ ഒട്ടകത്തെ കഴിഞ്ഞ ദിവസം അറുത്തിട്ടുണ്ടല്ലോ, അതിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയും അതിന്റെ കൊടലും അതിന്റെ ബോട്ടിയുമൊക്കെ കുറച്ച് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും നമ്മൾ കൊണ്ടുവരണം. ഇവൻ സുജൂദിലേക്ക് പോകുമ്പോൾ അവന്റെ പിരടിയിലിടണം. ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ തയ്യാറുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ കൂട്ടത്തിലെ ഏറ്റവും വലിയ പരാജിതനായ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഏറ്റു. അത് കൊണ്ടുവരാൻ ഞാൻ ശ്രമം നടത്താം, എന്റെ കൂടെ നിങ്ങളൊന്ന് സഹായത്തിനുണ്ടായാ മതി. അവൻ പോയി സംഘടിച്ചു, കൊണ്ടുവന്നു. ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലേക്ക് പോയപ്പോൾ ഒന്നായിട്ട് പെരടിയിലേക്ക് ഇട്ടു. എന്നിട്ട് അവരെന്ത് ചെയ്തു എന്നറിയോ? ചിരിക്കാൻ തുടങ്ങി.
അവര് പരസ്പരം ചിരിക്കാൻ തുടങ്ങി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫളഹികൂ ഹത്താ മാല ബഅ്ളുഹും മിനാ ബഅ്ളിൻ മിനൽ ലഹ്ക്. ചിരി അടക്കാൻ കഴിയാതെ അവർ ചിലരിലേക്ക് അങ്ങ് ചാഞ്ഞു പോയി. കൂട്ടത്തിൽ മുഅ്മിനെ മുത്തുറസൂൽ വല്ലാത്ത വിഷമത്തിലാ. ഇവരങ്ങനെ സന്തോഷത്തിൽ ചിരിക്കുകയാണ്. ഇത് കണ്ടു നിൽക്കുന്ന സഹാബികളിൽ ഒരാൾ ഫാത്തിമ ബിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, ബാപ്പ സുജൂദിൽ കിടക്കാണ്, തലയിലോക ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുപോയിട്ടിരിക്കുന്നു. അന്ന് ഫാത്തിമ ബി ചെറിയ കുട്ടിയാ. കരഞ്ഞുകൊണ്ട് കഅബാലയത്തിന്റെ അടുത്തേക്ക് ഓടി വന്നു. ആവുന്നത് പോലെ ഇതൊക്കെ എടുത്തു മാറ്റി. അങ്ങനെ മുത്ത് റസൂൽ നിസ്കാരത്തിലെ സുജൂദിൽ നിന്ന് തല ഉയർത്തി സലാം വീട്ടി അള്ളാഹുവിലേക്ക് അങ്ങോട്ട് കരങ്ങൾ ഉയർത്തി. എന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ അലൈക ബിഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബിഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബിഖുറൈശ്. അല്ലാഹുവേ, ഈ ഖുറൈശികളെ കൊണ്ട് ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്നു. അവരെ നീ ഒന്ന് അടക്കണമേ അല്ലാ, അവരുടെ ശർറിൽ നിന്ന് കാവൽ നൽകണമേ അല്ലാ. സുമ്മ സമ്മ, എന്നിട്ട് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും പേര് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അലൈക ബി അംർ ഇബ്നു ഹിശാം, അല്ലാഹുവേ അംർ ഇബ്നു ഹിശാമിനെ കൊണ്ട് അഥവാ അബൂ ജഹലിനെ കൊണ്ട് ഞാൻ പ്രയാസത്തിലാ, അവനെ നീ അടക്കണമേ അല്ലാഹ്. വഉത്ബത്ത് ഇബ്നു റബീഅ വശൈബത്ത് ഇബ്നു റബീഅ വൽ വലീദ് ഇബ്നുൽ മുഗീറ വഉമയ്യത്ത് ഇബ്നു ഖലഫ് വഉഖബത്ത് ഇബ്നു അബീ മുഐസ് വഅമ്മാർ ഇബ്നുൽ വലീദ്. ഇവരുടെയൊക്കെ പേരങ്ങട്ട് പറഞ്ഞ് സങ്കടത്തോടുകൂടെ ദുആ ചെയ്തു മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ദുആ ചെയ്യുന്നത് ഒന്ന് നിസ്കാരത്തിന്റെ ശേഷം. നിസ്കാരത്തിന് ശേഷമുള്ള ദുആക്ക് പ്രത്യേക ഇജാബത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെ കഅബാലയത്തിന്റെ തൊട്ടടുത്ത് വെച്ചുള്ള ദുആയാണ്. മാ കാന അലാ വജ്ഹിൽ അർളി ബൽദത്തുൻ യുസ്തജാബു ഫീഹ ദുആ ഫീ 15 മൗളിഅ ഇല്ലാ മക്കത്തൽ മുകറമ. ലോകത്ത് 15 കേന്ദ്രങ്ങളിൽ ദുആക്ക് ഇജാബത്തുള്ള ഒരേ ഒരു ഖറിയ, ഒരേ ഒരു നാട് മക്കയാണ്. ആ 15 കേന്ദ്രങ്ങളിൽ ഏകദേശം സ്ഥലങ്ങളും കഅബാലയത്തിന്റെ തൊട്ടടുത്താണ്. ഒന്ന്, ഹജറുൽ അസ്വദിന്റെ അടുക്കൽ ദുആക്ക് ഇജാബത്തുണ്ട്. കഅബാലയത്തിന്റെ വാതിലിന്റെ അടുക്കൽ ദുആക്ക് ഇജാബത്തുണ്ട്. വാതിലിന്റെയും ആ പരിശുദ്ധമായ ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള സ്ഥലം മുൽതസം, അവിടെ ദുആക്ക് പ്രത്യേക ഇജാബത്തുണ്ട്. റുക്നുൽ യമാനിയിൽ, റുക്നു ഷാമിയിൽ ദുആക്ക് ഇജാബത്തുണ്ട്. അതിനിടയിലുള്ള ആ ഹിജ്ർ ഇസ്മായിൽ കഅബാലയത്തിന്റെ ഉള്ളാണ്, പ്രത്യേകമായി ദുആക്ക് ഇജാബത്തുണ്ട്. മീസാബ് സ്വർണ്ണപ്പാത്തി, അതിന്റെ താഴ്ഭാഗത്ത് ഇജാബത്തുണ്ട്. തൊട്ടടുത്തുള്ള മഖാം ഇബ്രാഹിം, അതിന്റെ അടുക്കൽ ഇജാബത്തുണ്ട്. അതിനിടയിലുള്ള സ്ഥലത്ത് ഇജാബത്തുണ്ട്. അതിന്റെ ചാരത്ത് നിന്നാണ് കണ്ണീരോടുകൂടെ മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ അടിമ വലിയ റാഹത്തിലാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ നമ്മൾ ദുആ ചെയ്താലും അതിന് എന്തെങ്കിലും ഒരു ഫലം നമുക്ക് കിട്ടും. മൂന്നാമത്തെ കാര്യം ഹബീബ് പറയുന്നുണ്ട്, വ ഇമ്മാ അയസ്രിഫ അൻഹു മിനസ്സൂഇ മിസ്ലഹാ. അവൻ അല്ലാഹുവിനോടൊരു കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോ ആ കാര്യം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിലും അതിനേക്കാൾ അവനെ ഏറെ പ്രയാസപ്പെടുത്തുന്ന ഏതെങ്കിലും ചില പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ അള്ളാഹിനോട് ഖൈറായ ഒരു വീടിന് വേണ്ടിയാ ദുആ ചെയ്തത്, അല്ലെ സാമ്പത്തിക ശേഷിക്ക് വേണ്ടി, നല്ല ജോലിക്ക് വേണ്ടിയാ ദുആ ചെയ്തത്. അതൊന്നും പെട്ടെന്ന് കിട്ടുന്നത് കാണുന്നില്ല. പിന്നെയോ എന്നാൽ അള്ളാഹു ഒരു പക്ഷേ അവനെ കണക്കാക്കിയ വലിയ ആപത്തുകൾ ഉണ്ടാകും. ഈ ദുആന്റെ ഫലമായി ആ ആപത്തുകൾ അള്ളാഹു തട്ടി മാറ്റും, നീക്കിക്കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിച്ചു പോകാം, ഈ പല ഘട്ടങ്ങളിലും ലോകത്ത് പല വിഷയങ്ങൾക്ക് വേണ്ടിയും ആഴ്ചതോറും വെള്ളിയാഴ്ചകളിലൊക്കെ പള്ളികളിൽ ദുആ നടക്കും. എന്നിട്ടും പിന്നെ എന്തേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവും.
കാര്യമായി ലോകത്തെല്ലാ കേന്ദ്രങ്ങളിലും ദുആ നടക്കുന്നുണ്ട്, രാജ്യത്തെ എല്ലാ മസ്ജിദുകളിലും ദുആ നടക്കുന്നുണ്ട്. എന്നിട്ടും അതിൻ്റെ ഒരു ഇജാബത്ത് അങ്ങ് കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാകും. അങ്ങനെ ചിന്തിക്കണ്ട. അള്ളാഹു ഇജാബത്ത് ഏത് രൂപത്തിലാ തരാന്ന് നമുക്ക് പറയാൻ കഴിയൂല. എന്താണെങ്കിലും ദുആന്റെ വിഷയത്തിൽ നിരാശരാവരുത്. ദുആ പരമാവധി വർദ്ധിപ്പിക്കണം. ഇലാഹായ റബ്ബിനോട് ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്നതാരാണോ അവരോട് അല്ലാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടമുണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ മുഅ്മിനെ, ദുആ ഏറ്റവും അനിവാര്യമായ ഒരു സമയത്തിലാണ് നാം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്ത് റസൂൽ പറഞ്ഞ ചില കാര്യങ്ങൾ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതല്ലേ, യൂഷിക്കുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാൽ അക്ലതു ഇലാ ഖസഅതിഹാ. വിഭവസമൃദ്ധമായ ഒരു തീന്മേശയ്ക്കു ചുറ്റുമുള്ള തീറ്റക്കാർ ആ തീന്മേശയിലെ വിഭവങ്ങൾ അകത്താക്കാനായി മേശയിലേക്ക് കൈനീട്ടുന്നത് പോലെ എൻ്റെ ഉമ്മത്തിലേക്ക് മറ്റുള്ളവരിൽ നിന്ന് ആക്രമണങ്ങളുടെ കൈകൾ നീളുന്ന ഒരു കാലഘട്ടം വരാനുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ ഉമ്മത്തിലേക്ക് ആക്രമണങ്ങളുടെ കൈകൾ നീളുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. ഹബീബായ നബി തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ വേദനയോടെ സഹാബികൾ ചോദിച്ചു, നബിയേ അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങനെ ആക്രമണങ്ങളുടെ കൈകൾ ഈ ഉമ്മത്തിലേക്ക് നീളാനുള്ള കാരണമെന്താ? ആൾബലം വളരെ കുറവായത് കൊണ്ടാകുമോ? നബിയെ, അന്ന് ഉമ്മത്തിൽ അത്രയും ജനസംഖ്യ കുറവായിരിക്കോ? എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഈ ഉമ്മത്തിലേക്ക് ആക്രമണങ്ങളുടെ കൈകൾ നീട്ടുന്നതെന്ന് വേദനയോടുകൂടെ സഹാബത്തുൽ കിറാം മുഹമ്മദ് മുസ്തഫ. ഉടനെ ഫഖാല റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങൾ മറുപടി നൽകിയതിങ്ങനെയാണ്, ലാ ബല്ലംതും യൗമൈദിൻ കസീർ. അല്ല അല്ല, നിങ്ങൾ ഒരിക്കലും ആൾബലം കുറഞ്ഞത് കൊണ്ടല്ല, വലാകിന്നകും മുസാഉൻ കൗസാഇസ് സൈൽ. ഈ വാക്ക് ഗൗരവമായി കണക്കിലെടുക്കേണ്ട വാക്കാണ്. സഹാബികളുടെ ചോദ്യം അല്ല നബിയെ, വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അന്ന് നിങ്ങളെ ഉമ്മത്തിൽ ഉണ്ടാവൂ, അതുകൊണ്ടാണോ എല്ലാരും കൂടെ അങ്ങനെ ആക്രമിക്കാൻ നോക്കുന്നത്? അപ്പൊ റസൂലുള്ളാഹിന്റെ മറുപടി, ലാ 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 ബൽ അൻതും യൗമൈദിൻ കസീർ. അന്ന് ഉമ്മത്ത് ധാരാളം ഉണ്ടാവും, ആളുകൾ ധാരാളമുണ്ടാകും, ഇസ്ലാമിക കൺട്രികൾ ഉണ്ടാകുമല്ലോ, മുസ്ലിം രാഷ്ട്രങ്ങൾ എത്രയാണ്. പക്ഷേ അന്ന് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് കേൾക്കണോ? വലാകിന്നകും ഉസാഉൻ കൗസാഇസ് സൈൽ. പിന്നെന്താ പ്രശ്നം എന്നറിയോ? ആളുകളൊക്കെ കൂടുതലുണ്ടാകും, പക്ഷേ മലവെള്ളത്തിലെ ചണ്ടികൾക്ക് സമാനമായി അവര് മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് പറഞ്ഞത്? എന്തെയാ പറഞ്ഞത്? നിങ്ങൾ ആളുകൾ ധാരാളം ഉണ്ടാകും, പക്ഷെ മലവെള്ളത്തിലെ ചണ്ടികൾക്ക് സമാനമാകുന്നു പറഞ്ഞാൽ അതിശക്തമായ മഴ പെയ്തു, ആ മലയിൽ വെള്ളം കുത്തിയൊലിച്ചു പോകുന്നുണ്ട്. മലവെള്ളം, അതിൽ ചില ചപ്പുകൾ ഉണ്ടാകും, ചില ചവറുകൾ ഉണ്ടാകും, ചില ചണ്ടികൾ ഉണ്ടാകും. ഇതും ഒഴുകും. എങ്ങോട്ടൊഴുകും? എങ്ങോട്ടാണോ വെള്ളം ഒഴുകുന്നത് അങ്ങോട്ട് ഇതും ഒഴുകും. ഇതിന് സ്വന്തമായൊരു തീരുമാനമൊന്നുമില്ല. എന്നതുപോലെ ലോകം ഒരു തരം ഫാഷന്റെ പിന്നാലെ ഒഴുകുമല്ലോ, ഒരു തരം ഫാഷനോടുള്ള താല്പര്യം കൂടുമല്ലോ. ലോകമാ ഫാഷന്റെ പിന്നാലെ പോകുമ്പോ നിങ്ങളും അതിന്റെ പിന്നാലെ പോകുമല്ലോ. ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. നിങ്ങൾ പാശ്ചാത്യരെ പിൻപറ്റും, പാശ്ചാത്യൻ സംസ്കാരത്തിന് വില കൽപ്പിക്കും, ഇസ്ലാമിക സംസ്കാരത്തോടുള്ള താല്പര്യം കുറയും. ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ
വദിറാഅം ബിദിറാ, അവരെ നിങ്ങൾ പിൻപറ്റും. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റും. ഹത്താ ലൗ ദഖലൂ ജുഗ്റ ലബ്ബിൻ തബിഅതുമൂഹും, എത്രത്തോളം അറിയോ, അവര് ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് കയറിയാൽ തബിഅതുമൂഹും, നിങ്ങൾ അവരെ പിൻപറ്റും. നിങ്ങൾ ചിന്തിക്കണ്ടേ, എന്തിനാണ് ഈ ഉടുമ്പിന്റെ മാളത്തിലേക്ക് കയറിയത് എന്ന്? അങ്ങനെ നിങ്ങൾ ചിന്തിക്കില്ല. മുടിവെട്ടിന് ഒരു ഫാഷൻ ഇങ്ങോട്ട് ഇറങ്ങും, പടച്ചോനെ അതിന്റെ പിന്നാലെ പലരും കൂടും. ഞാൻ മുഹമ്മദ് നബിയുടെ അനുയായിയാണ്, എന്റെ സംസ്കാരം ഇസ്ലാമിന്റെ സംസ്കാരമാണ്, ഞാൻ പിൻപറ്റേണ്ടത് എന്റെ പ്രിയപ്പെട്ട നേതാവിനെയാണ്. അങ്ങനെ ചിന്തിച്ച് മുഹമ്മദ് നബിയുടെ പക്ഷം ചേർന്ന് നിൽക്കേണ്ടവർ ആ സംസ്കാരത്തെ വലിച്ചെറിയുകയും എന്നിട്ട് ഈ പാശ്ചാത്യൻ സംസ്കാരത്തിന്റെ പിന്നാലെ പോവുകയും ചെയ്യും. അതാ പറഞ്ഞത്, വലാകിന്നകും ഉസാഉൻ കഉസാഇസ് സൈൽ, നിങ്ങൾ മലവെള്ളത്തിലെ ചണ്ടികൾക്ക് സമാനമായിരിക്കുമെന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വേഷവിധാനത്തിന്റെ കാര്യത്തിൽ പാശ്ചാത്യരെ പിൻപറ്റും, ഭക്ഷണങ്ങളുടെ കാര്യത്തിൽ അവരെ നിങ്ങൾ പിൻപറ്റും. സുബ്ഹാനല്ലാഹ്, ഇന്ന് കൃത്യമായതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാ. എന്നാൽ എന്റെ മുഅ്മിനേ, ശ്രദ്ധിക്ക മുഅ്മിനേ, ഇങ്ങനെ നിങ്ങൾ മലവെള്ളത്തിലെ ചണ്ടികളെ പോലെ സ്വന്തമായൊരു ചിന്തയോ അഭിപ്രായമോ ഇല്ലാതെ ലോകത്ത് കടന്നു വരുന്ന ഫാഷന്റെ പിന്നാലെ നീങ്ങിയാൽ വലയഖ്ദിഫന്നല്ലാഹു മിൻ സുദൂരി അദുവികും അൽ മഹാബത മിൻകും, അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് കേൾക്കണോ, നിങ്ങളോടുള്ള ഒരു ആദരവ്, ബഹുമാനം, പരിഗണന, അത് നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന്, മറ്റു മതസ്ഥരുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു എടുത്തു കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിനോട് വല്ലാത്തൊരാദരവ്, വല്ലാത്തൊരു ബഹുമാനം മറ്റുള്ളവരുടെ ഖൽബിൽ അല്ലാഹു ഇട്ടുകൊടുത്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തിന് വില കൽപ്പിക്കാതിരിക്കുമ്പോൾ, മറ്റുള്ള സംസ്കാരങ്ങളുടെ പിന്നാലെ മത്സരിച്ചോടുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഈ ഒരു ആദരവ്, ഈ ഒരു ബഹുമാനം, ഈ ഒരു പരിഗണന അത് അല്ലാഹു എടുത്തു കളയും. മാത്രമല്ല വലയഖ്ദിഫന്ന ഫീ ഖുലൂബികുമുൽ വഹൻ, പകരം അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിൽ വഹ്ന് ഇട്ട് തരുകയും ചെയ്യുന്നതാ. സഹാബികൾ ചോദിച്ചു, നബിയേ, ഞങ്ങളുടെ ഹൃദയത്തിൽ വഹ്ന് ഇട്ട് തരുമെന്നോ? വമൽ വഹ്നു യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ വഹ്നെന്ന് പറഞ്ഞാൽ? നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വഹ്ന് ഇട്ട് തരുന്നു, എന്താണ് ഈ വഹ്ന്? ആല ഹബീബിന്റെ മറുപടി, വഹ്നെന്നാൽ അത് ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള അടങ്ങാത്ത പ്രേമമാണ്, ആഖിറത്തോടും മരണത്തോടുമുള്ള വെറുപ്പാണ്. നിങ്ങൾക്ക് ദുനിയാവ് ദുനിയാവ് എന്ന ഒരു ചിന്ത അത് മാത്രമേ ഉണ്ടാകൂ. ദുനിയാവിന് വേണ്ടി ആഖിറം കളയാനും നിങ്ങൾ തയ്യാറാകും. ആ ഒരു അവസ്ഥയിൽ എത്തിപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാരും ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹുബ്ബുദ്ദുനിയ വകറാഹിയത്തുൽ മൗത്ത്, അതാണ് പ്രശ്നത്തിന്റെ അടിത്തറ, അതാണ് പ്രശ്നം. ദുനിയാവ് വേണ്ടാന്നോ, ദുനിയാവിനോട് ഇഷ്ടം വേണ്ടാന്നോ? ഒന്നുമല്ല, ദുനിയാവ് വേണം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആഖിറത്തിന്റെ ഹസനത്തിന്റെ മുമ്പ് ദുനിയാവിന്റെ ഹസനത്താണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം, അത് ആഖിറത്തേക്കാൾ വില കൽപ്പിക്കുന്ന നിലയിലാവാൻ പാടില്ല. പടച്ചോൻ നമ്മളെ കാക്കട്ടെ. എപ്പോഴും ഓർമ്മ വേണം മുഅ്മിനെ. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഉപദേശിച്ചല്ലോ, ഐ ബുനയ്യ ഇന്നദ് ദുനിയാ ബഹറുൻ അമീഖ്. പൊന്നുമോൻ, ഇന്നദ് ദുനിയാ ബഹറുൻ അമീഖ്. സത്യത്തിൽ ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ വളരെ ആഴമുള്ള ഒരു കടലാണ് മോനെ. وقد غرق فيها كثير من الناس.
എത്രയോ ആളുകൾ ആഴമറിയാതെ ഈ ദുനിയാവെന്ന കടലിൽ മുങ്ങിച്ചത്തുപോയിട്ടുണ്ട് പൊന്നുമോനെ. അതുകൊണ്ട് ഫജ്അൽ ഫീഹാ സഫീനതക തഖ്വല്ലാഹ്, ഈ വലിയ ആഴമുള്ള കടലിൽ നിനക്കൊരു കപ്പൽ വേണം. ഈ ദുനിയാവെന്ന കടലിൽ നീ മുങ്ങിച്ചാവാതിരിക്കാൻ ദുനിയാവിൽ നിനക്കൊരു കപ്പൽ വേണം പൊന്നുമോനെ. ഏതാണ് ആ കപ്പലെന്നറിയോ? ഫജ്അൽ ഫീഹാ സഫീനതക തഖ്വല്ലാഹ്, അല്ലാഹുവിലുള്ള തഖ്വയാവട്ടെ ദുനിയാവിലെ നിന്റെ കപ്പലെന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട് ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കും തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. മുത്തഖി എന്ന് പറഞ്ഞാൽ ഇസ്മുൽ ലിമൻ യഖീ നഫ്സഹു അമ്മാ യളുറുഹു ഫിൽ ആഖിറ. ആഖിറത്തിൽ നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന എന്തൊക്കെ കാര്യമുണ്ടോ ആ കാര്യങ്ങളിൽ നിന്ന് ദുനിയാവിൽ വെച്ച് തന്നെ മാറി നിൽക്കുക. ഒരു കാര്യം ചെയ്താൽ അതുകൊണ്ട് ആഖിറത്തിൽ പ്രയാസാണെങ്കിൽ അത് ചെയ്യൂല. ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ആഖിറത്തിൽ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ചെയ്തിരിക്കും. അങ്ങനെയുള്ളവരാണ് മുത്തഖീങ്ങൾ. അല്ലാഹുവേ ഞങ്ങളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ, ഞങ്ങളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ റബ്ബേ. മിനേ മസലുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ, അല്ലാഹു സ്വർഗ്ഗം തന്നെ വാഗ്ദാനം ചെയ്തത് മുത്തഖീങ്ങൾക്കല്ലയോ? സ്വർഗത്തെ അല്ലാഹു വാഗ്ദാനം ചെയ്തത് മുത്തഖീങ്ങൾക്കല്ലയോ? ഇലാഹായ റബ്ബേ ഞങ്ങളെ ആ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് പൊന്നുമോനെ, ഈ ആഴക്കടലായ കപ്പൽ, ഈ കടലിൽ നിനക്കൊരു കപ്പൽ വേണം. അത് തഖ്വയാവട്ടെ. ഇനി ആ കപ്പലിന് ഇന്ധനം വേണ്ടേ? വഹശ്വുഹാ അൽ-ഈമാൻ, ആ കപ്പൽ ഒഴുകാനുള്ള സഞ്ചരിക്കാനുള്ള ഇന്ധനം അത് ഈമാനാകണം പൊന്നുമോനെ. വശിറാഉഹാ തവക്കുൽ, അത് സഞ്ചരിക്കാൻ ഒരു സ്ഥലം വേണ്ടേ? ആ സ്ഥലമായി തവക്കുലിനെ മാറ്റുകയും ചെയ്യണം. എന്നാൽ ഇലാഹായ റബ്ബിന്റെ കോടതിയിൽ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുമല്ലോ, ദുനിയാവിന്റെ ചതിയിൽ പെടാതെ രക്ഷപ്പെട്ട് കിട്ടുമല്ലോ. അല്ലാഹുവേ ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ലാ, ഈമാൻ വർദ്ധിപ്പിക്കണമേ അല്ലാ. മുഅ്മിനെ, ഒരു കാര്യം, ആഖിറത്തേക്കാൾ ദുനിയാവിന് വില കൽപ്പിക്കുന്ന ആരെങ്കിലും നമ്മളെ മജ്ലിസിലുണ്ടെങ്കിൽ അവർ ചിന്തിക്കണം, അവരുടെ ദുനിയാവിന് അല്ലാഹു കൽപ്പിക്കുന്ന വില എത്രയാണെന്നറിയോ? ഒരാൾക്ക് ആഖിറത്തേക്കാൾ താല്പര്യം ദുനിയാവിനോടാണ്. അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അയാൾ പലിശക്ക് കൊടുത്തു. മാസം 5000 10,000 ഒക്കെ അങ്ങനെ വാങ്ങും. ഇയാൾക്കറിയാം ആഖിറത്തിൽ എനിക്ക് വലിയ ഇടങ്ങാറാ. പക്ഷെ ആഖിറത്തേക്കാൾ ദുനിയാവിനോടുള്ള പ്രേമം മൂത്തിട്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനത്തിന്റെ പിന്നാലെ പോകുന്നത്. അങ്ങനെയുള്ളവന്റെ ദുനിയാവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് പരിഗണനയാണ് അവരുടെ സമ്പത്തിനുള്ളത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ മുത്തുനബി എന്നോട് ചോദിച്ചു, അബൂ ഹുറൈറ അലാ ഉരീക ദുനിയാ മഅ മാ ഫീഹാ, നോക്ക്, ഞാൻ നിനക്ക് ഈ ദുനിയാവൊന്ന് മൊത്തത്തിൽ കാണിച്ചു തരട്ടെ, ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളും ഉൾപ്പെടെ ദുനിയാവൊന്ന് കാണിച്ചു തരട്ടെയോ അബൂ ഹുറൈറ? അബൂ ഹുറൈറ തങ്ങൾ പറയുന്നുണ്ട്, അത്ഭുതത്തോടുകൂടെ ഞാൻ ചോദിച്ചു, നബിയേ ദുനിയാവ് കാണിച്ചു തരികയോ? എങ്ങനെയാ ദുനിയാവ് കാണിച്ചു തരിക? ഏതായാലും നിങ്ങൾ ചോദിച്ചതല്ലേ, അതേ കാണിച്ചു തരൂ നബിയേ. فأخذ بيدي فأتاني واديا من أودية مدينة. ഉടനെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ച് മദീനയിലെ ഒരു മലഞ്ചെരുവിലേക്ക് നടന്നു. എന്റെ കയ്യും പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, വരൂ നിനക്ക് ഞാൻ ദുനിയാവ് കാണിച്ചു തരാം. ഞാൻ മുത്തറസൂലിന്റെ പിന്നാലെ അങ്ങനെ പോയി. അപ്പോഴൊക്കെ എന്റെ മനസ്സിലുള്ള ചിന്ത, പടച്ചോനെ ദുനിയാവിലുള്ള വസ്തുക്കൾ ഉൾപ്പെടെ ദുനിയാവ് കാണിച്ചു തരാനാണല്ലോ എന്നെ കൊണ്ടുപോകുന്നത്, എന്തായിരിക്കും എനിക്ക് കാണിച്ചു തരിക? എന്തായാലും ഹബീബിന്റെ പിന്നാലെ നടന്നു. അങ്ങനെ കേൾക്കന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, മുത്തുനബി എന്നെ കൊണ്ടുപോകുന്നത് മദീനയിലെ ഒരു മലഞ്ചെരുവിലേക്കാ. സുബ്ഹാനല്ലാഹ് ഫൈദാ മുസ്ബലാ,
ആ മദീനയിലെ മലഞ്ചെരുവിലുള്ള ഒരു വലിയ കുപ്പത്തൊട്ടിയിലേക്കാണ് അല്ലാഹുവിന്റെ റസൂലന്റെ കൈ പിടിച്ചു കൊണ്ടുപോയത്. സുബ്ഹാനല്ലാഹ് ഫീഹാ റൂസു നാസിൻ വഅദിറാത്തുൻ വഖരിഖുൻ വഇലാം. ചെന്ന് നോക്കുമ്പോ അടുക്കാൻ വയ്യ, ദുർഗന്ധം കൊണ്ട് അടുക്കാൻ വയ്യ. കുറെ മനുഷ്യരുടെ തലയോട്ടികൾ അതിലുണ്ട്, പല ആളുകളുടെയും അസ്ഥികളുണ്ട്, ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങൾ, ചപ്പുകൾ, ചവറുകൾ. അങ്ങനെയുള്ള ഒരു മലഞ്ചെരുവിലേക്കാണ്, ഒരു കുപ്പത്തൊട്ടിയിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. അതിലേക്ക് ചൂണ്ടിക്കാണിച്ച് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, അബൂ ഹുറൈറ ഹാദാ മസലുദ് ദുനിയാ, ഇതാണ് അബൂ ഹുറൈറ ദുനിയാവിന്റെ ഉദാഹരണം. ആഖിറത്തിന് വില കൽപ്പിക്കാതെ, ഹലാലും ഹറാമും നോക്കാതെ ദുനിയാവ് വാരിക്കൂട്ടുന്ന ആളുകളുണ്ടല്ലോ, അവര് വാരിക്കൂട്ടിയ ദുനിയാവിന്റെ ഉദാഹരണമാണിത്. ഇതിന് നമ്മൾ നമ്മുടെ മനസ്സിൽ കൽപ്പിക്കുന്ന വില പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ദുനിയാവിന് കൽപ്പിക്കുകയില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ദുനിയാ അഖല്ലു മിനൽ ഖലീലി വആശിഖുഹാ അദല്ലു മിനൽ ദലീലി. യദ്ദുനിയാ അഖല്ലു മിനൽ ഖലീലി വആശിഖുഹാ അദല്ലു മിനൽ ദലീലി. ദുനിയാവ് അത്രമേൽ നിസാരമാണ്. അതിനെ അങ്ങേയറ്റം പ്രേമിക്കുന്നവർ അവര് ഏറ്റവും വലിയ നിന്ദ്യന്മാരാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ആഖിറത്തിനൊക്കെ വില കൽപ്പിക്കുന്നവർ എന്ത് വേണമെന്നറിയോ? ആഖിറത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ പരമാവധി ആ കാര്യത്തിലൊക്കെ വേണ്ടതുപോലെ ഇടപെടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതാ ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മുടെ സമാപന ദിവസമാണ്. ഇനിയിപ്പോ ഒരു കൊല്ലം പഠിച്ചവനെ അടുത്തൊരു വാർഷികത്തിന് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ നമ്മളിൽ ആരൊക്കെയുണ്ടാകും അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഈ 4 ദിവസത്തെ പരിപാടിയുടെ സമാപനമാണിന്ന്. അകമഴിഞ്ഞ് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ ഈ സംരംഭത്തോട് സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? കഴിഞ്ഞ വർഷം ബഹുമാന്യനായ കബീർ ബാക്കവി ഉസ്താദിന്റെ പ്രഭാഷണം കഴിഞ്ഞ് രാത്രി 2 മണിക്ക് പ്രിയപ്പെട്ട നമ്മുടെ നാട്ടിലുള്ള ഒരു സഹോദരൻ മേച്ചേരി പാറക്കൽ അബ്ദുറഹ്മാൻ അല്ലേ, ആ സഹോദരൻ ഒരു യാത്ര പോയി. പിന്നെ കേൾക്കുന്ന വാർത്ത അപകടത്തിൽ മരണപ്പെട്ടു എന്നാണ്. പിറ്റേന്ന് നമ്മളെ പരിപാടിയായിരുന്നു. ആ പരിപാടിക്ക് വരാനുള്ള താല്പര്യത്തോടുകൂടെ പോയതായിരുന്നു. അള്ളാഹുവേ, ഖബർ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ പടച്ചോനെ, ഖബറിലേക്ക് ഇതിൻ്റെയൊക്കെ സ്വഭാവം എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. അപ്പോൾ ആ വിഷയത്തിലൊക്കെ മുഅ്മിനീങ്ങളെ നമ്മൾ വേണ്ടതുപോലെ സഹകരിക്കുക. ഇന്നലെ ഒരു കവർ ഇവിടെ വെച്ച് വിതരണം ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഇൻഷാ അള്ളാഹ് അതിൽ നിങ്ങളാൽ കഴിയുന്ന നല്ല ഹദിയൊക്കെ ഇട്ടിട്ട് അതിവിടെ തിരിച്ചേൽപ്പിക്കണം. അതിമഹത്തായ ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. നമ്മൾ ആലോചിക്കണം. ഇന്നിപ്പോൾ ചെമ്മാട് ദാറുൽ ഹുദയാവട്ടെ, കടമേരി റഹ്മാനിയ അറബി കോളേജ് ആവട്ടെ, അതുപോലെയുള്ള സമുന്നതമായ ദീനിന്റെ വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങൾ, അതൊക്കെ ഒരു കാലത്ത് ഒന്നുമല്ലായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ചെമ്മാട് ദാറുൽ ഹുദക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ബാപ്പുട്ടി ഹാജി അവർകളെ കുറിച്ച് അതിന്റെ തുടക്കത്തിൽ ഈ മനുഷ്യനെന്താ ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ച ആളുകളുണ്ടായിരുന്നു. നമ്മൾ ആലോചിക്കണം. ആ പാടത്ത് മണ്ണിട്ടിട്ട് അവിടെ ഒരു കോളേജ് ഉണ്ടാക്കി, ഇയാൾക്കൊന്നും വേറെ പണിയില്ലേ എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. പറഞ്ഞവരും പോയി, ബാപ്പുട്ടി ഹാജിയും പോയി. ഇപ്പൊ എന്തായി നമ്മൾ ചിന്തിക്കണം. അപ്പൊ നല്ല നല്ല പദ്ധതികളൊക്കെ, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളീങ്ങളായ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ സാഹചര്യത്തോട് നേരിടാൻ അനിവാര്യമായ വിദ്യാഭ്യാസങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കുന്ന ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് അൽഹംദുലില്ലാ നാട്ടിന് തന്നെ വലിയ മുതൽക്കൂട്ടായിരിക്കും. അള്ളാഹു അതിനൊക്കെയുള്ളൊരു തൗഫീക്ക് നമുക്ക് തരട്ടെ. അതിൻ്റെ വഴികളൊക്കെ അള്ളാഹു എളുപ്പാക്കി തരട്ടെ. നല്ല നല്ല മനസ്സുള്ള മുഅ്മിനീങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഷാ അള്ളാഹ് കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് സന്തോഷത്തിലാക്കി തരട്ടെ. ഖുർആൻ അതാണ് നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ വഴി. അതിനപ്പുറം ഒന്നില്ലല്ലോ മുഅ്മിൻ. സതകൂനു ഫിതനുൻ കഖിതഇൽ ലൈലിൽ മുള്ളിമ. ശ്രദ്ധിക്കണം, ഈ ഹദീസ് മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ പലതരത്തിലുള്ള ഫിത്നയും ഫസാദും കുഴപ്പങ്ങളും വരാനുണ്ട്. മുസ്ലിമ, അതിശക്തമായ കൂരിരുട്ട് പോലെയുള്ള ഫിത്നകൾ, ഫസാദുകൾ, കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ, എവിടെയും പ്രശ്നങ്ങൾ, വല്ലാത്ത പ്രതിസന്ധികൾ.
ഹബീബായ നബിയോട് സഹാബത്തുൽ കിറാമിന്റെ ചോദ്യം, വമൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്. ആകെ ഫിത്നയും ഫസാദും കുഴപ്പങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ എന്തു ചെയ്യണം നബിയെ? എന്താണ് ഞങ്ങൾ മുറുകെ പിടിക്കേണ്ടത് നബിയെ? ആലാ ഹബീബിന്റെ മറുപടി, കിതാബുല്ലാഹ്. നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്. ഫീഹി നബഉ മാ ഖബ്ലകും വഖബറു മാ ബഅദകും വഹുക്മു മാ ബൈനകും ഹുവൽ ഫസ്ലു ലൈസ ബിൽ ഹസൽ മൻ തറകഹു മിൻ ജബ്ബാരിൻ ഖസ്സമഹുല്ലാഹ് വമൻ ഇബ്തഗൽ ഹുദാ ഫീ ഗൈരിഹി അല്ലല്ലഹുല്ലാഹ് വഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ വനൂറുൽ മുബീൻ വദ്ദിക്റുൽ ഹകീം വസ്സിറാത്തുൽ മുസ്തഖീം. നിങ്ങൾ ഖുർആന്റെ പിന്നാലെ കൂടണം, ഖുർആൻ മുറുകെ പിടിക്കണം എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. എല്ലാം അതിലുണ്ട്, അത് സമഗ്രമാണ്. മാ ഫറത്തിന ഫിൽ കിതാബി മിൻ ഷൈ, ഖുർആനിലില്ലാത്ത ഒന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ നല്ല ഒരു വിങ്ങിനെ, ഇസ്ലാമിക ദഅവത്തിന് എല്ലാ അർത്ഥത്തിലും ഉപകാരപ്രദമായ ഒരു വിങ്ങിനെ വാർത്തെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടെയാണ് അൽഹംദുലില്ലാഹ് ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. അല്ലാഹു അത് വിജയിപ്പിക്കുമാറാവട്ടെ, അല്ലാഹു അത് വിജയിപ്പിക്കുമാറാവട്ടെ.